ഞാൻ വിദേശത്താണ്, ഇന്ത്യയിലല്ല. ഇപ്പം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ്. ബേസിക്കലി ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യണം എന്നാഗ്രഹിച്ചില്ല വിദേശ യാത്രയിൽ. പക്ഷേ അമേരിക്കയിലെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചില വീഡിയോകളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ചെറിയൊരു അസൈൻമെൻറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം ഈ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് കേരളത്തിൽ നടന്ന ഒരു വൃത്തികെട്ട സ്വഭാവം. അതായത് ഒരു കാരണവശാലും മലയാളികൾക്കോ ഇന്ത്യക്കാർക്കോ ലോകത്താർക്കും മനുഷ്യത്വമുള്ളവർക്ക് പോലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലാണ് സംഭവങ്ങളുണ്ടായത്. അതായത് എം ടിയുമായിട്ടും മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു ഫംഗ്ഷൻ നടക്കുന്നു. അവിടെ മലയാളത്തിൽ അറിയപ്പെടുന്ന ഗസൽ സിംഗറും പാട്ടുകാരനുമായ രമേശ് നാരായണന് ഒരു അവാർഡ് കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കുന്നു. ഇത് കൊടുക്കുവാൻ വേണ്ടി മലയാളത്തിലെ ഒരു സംഗീതജ്ഞനായ രമേശ് നാരായണൻ, അദ്ദേഹം വളരെ പോപ്പുലറാണ്, അദ്ദേഹത്തെ എനിക്കും ഇഷ്ടമാണ്, അദ്ദേഹം പാട്ട് പാടുന്നതൊക്കെ, അദ്ദേഹത്തെ വിളിക്കുന്നു. പെട്ടെന്ന് അവിടെ വെച്ച് അദ്ദേഹം പറയുന്നു, ഈ ആസിഫ് അലിയുടെ കയ്യിൽ നിന്നും അദ്ദേഹം യാതൊന്നും വാങ്ങുകയില്ല. ഇതാണ് പ്രശ്നം. പിന്നീട് സംഘാടകർ ജയരാജ് എന്ന് പറഞ്ഞ മലയാളത്തിലൊരു മൂവി ഡയറക്ടറെ വിളിച്ചിട്ട് ഈ അവാർഡ് കൊടുക്കുന്നു. ഇതാണ് സംഭവം ഉണ്ടായത്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില കാരണങ്ങളെ പറ്റി ചിന്തിക്കേണ്ടിയിരിക്കും. ഇത് വളരെ സീരിയസ് ഇഷ്യൂ ആണ്. ഇത് ചെറിയ ഇഷ്യൂ ഒന്നുമല്ല. ഇതിനകത്ത് രാഷ്ട്രീയമോ വർഗീയത എന്ത് കുന്തം അതൊക്കെ മാറ്റി വെക്കുക. ഇതൊന്നുമല്ല ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ ഇഷ്യൂ മനുഷ്യത്വം എന്ന് പറയുന്ന, ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന വലിയൊരു സംഭവമുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെയൊക്കെ എത്രയോ താഴെയാണ് രാഷ്ട്രീയമാണെങ്കിലും വർഗീയതയാണെങ്കിലും മറ്റുള്ള എല്ലാം അത് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ. ഇവിടെ ആസിഫ് അലി എന്ന് പറയുന്നത് വെൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള മലയാളത്തിലെ ഒരു യുവ നടൻ. ഒന്നാമത്തെ കാര്യം. പ്രോഗ്രാം നടക്കുന്നത് എം ടി വാസുദേവൻ നായരുമായിട്ട് ബന്ധപ്പെട്ടാണ്. അദ്ദേഹത്തിൻ്റെ പല പൊളിറ്റിക്സും അതിലെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ തന്നെയും എം ടി വാസുദേവൻ നായർ കഴിഞ്ഞിട്ടേ ഉള്ളൂ മലയാള സാഹിത്യത്തിൽ ഒരു എഴുത്തുകാരൻ. അത് എനിക്ക് തോന്നുന്നില്ല ആളുകൾക്കാർക്കും അതിൻ്റെ പേരിൽ തർക്കമുണ്ട് എന്ന്. അതാണ് എം ടി. അതുകൊണ്ട് തന്നെയാണ് എം ടി വാസുദേവൻ നായരുടെ ആ പൊസിഷനിൽ എം ടി വാസുദേവൻ നായർ തന്നെയാണ് ഇന്നും എക്കാലവും ഇരിക്കുന്നത്. ആ ഒരു ഫംഗ്ഷനിൽ വെച്ച് ഈ പറയുന്ന രമേശ് നാരായണൻ അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കാൻ വന്ന സമയത്ത് ആസിഫ് അലി എന്ന് പറഞ്ഞ് 100% കറകളഞ്ഞ ഒരു നാഷണലിസ്റ്റ്, ഒരു ദേശീയവാദി, അയാളുടെ പേര് മാത്രമേ ഉള്ളൂ മുസ്ലിം, അദ്ദേഹം ഒരു പ്രോപ്പറായ ഇന്ത്യക്കാരനായ മനുഷ്യൻ, ആ അവാർഡ് കൊടുക്കില്ല എന്ന് രമേശ് നാരായണൻ പറഞ്ഞപ്പോൾ എത്ര കൂതറയാണ് ഈ പാട്ടുകാരൻ, അതായത് ഈ സംഗീതജ്ഞൻ എന്ന് പറഞ്ഞവൻ ഇവനെ മടൽ വെട്ടി അടിക്കേണ്ടത്. ഒറ്റ വാക്കിലാണ് പറയുന്നത്. അപ്പം ഇത് മലയാളികൾക്ക് പറ്റുന്ന അബദ്ധങ്ങളാണ് ഓരോന്നും പറയാൻ. ഇയാളെ പൊക്കി പിടിച്ചുള്ള മലയാളികൾ ലോകം മുഴുവനും അവാർഡ്, കോപ്പ്, മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞ് പോകാറുണ്ട്. അപ്പം നിങ്ങൾക്ക് കിട്ടിയൊരു അടിയാണ്. കാരണം നിങ്ങളൊരാളെ സ്വീകരിച്ച് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റ്, അതായത് ഇയാൾ പ്രോപ്പറായിട്ട് ഒരു മനുഷ്യനാണോ അല്ലയോ. നല്ലപോലെ പാടാൻ കഴിയുമായിരിക്കും, പക്ഷേ അയാളുടെ ഉള്ളിരിപ്പ് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇയാൾ ഏത് രീതിയിലാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്, നമ്മളെല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നവരാണ്. ആ ഒരു വലിയ ക്വാളിറ്റി എല്ലാ ഇന്ത്യക്കാരനും പ്രത്യേകിച്ച് മലയാളിക്കുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലുള്ള മലയാളികൾ ലോകം മുഴുവനും അവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്, ഇന്ത്യയുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്. അതിനകത്ത് ജാതിയും മതവും ഒന്നും നിങ്ങൾ മിക്സ് ചെയ്യുന്ന ഏറ്റവും തെറ്റായ കാര്യമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇന്ത്യ ഒറ്റപ്പെട്ടു പോകും. ഇത് ചെറിയ കാര്യമൊന്നും. കാരണം എല്ലാ കാര്യത്തിനകത്തും മതത്തെ തിരികെ കയറ്റി പ്രശ്നമുണ്ടാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഒറ്റപ്പെട്ടു പോകും. ലോകത്ത് വല്ലാത്ത രീതിയിൽ ഐസൊലേഷൻ ഉണ്ടായിപ്പോകും. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ
വലുതായിട്ട് മലയാളം സിനിമ കാണുന്ന ഒരാളല്ല. കാരണം നേരത്തെ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വലിയ താല്പര്യമായിരുന്നു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സിനിമകളുമായിട്ടുള്ള ബന്ധം കട്ട് ചെയ്യുന്നു. ഈ സാധനം വലുതായിട്ടൊന്നും കാണാറില്ല. പക്ഷെ മമ്മൂട്ടി എന്ന് പറഞ്ഞ കലാകാരൻ, അതായത് ഒരു ആർട്ടിസ്റ്റ്, അതായത് അഭിനേതാവ്, ഉറപ്പായിട്ടും അത് ഇന്ത്യയിലെ ഒരു 5-10 ആർട്ടിസ്റ്റുകളെ എടുക്കുകയാണെങ്കിൽ അതിൽ ഒന്നാം സ്ഥാനത്ത് വരുന്ന ആൾ തന്നെയാണ് മമ്മൂട്ടി. ഗ്ലോബലായിട്ടുള്ള മലയാളികളുടെ വളരെ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ആക്ടർ. അതാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞ ആക്ടറിൻ്റെ പ്രത്യേകത. അപ്പം അദ്ദേഹം പൂർണ്ണമായിട്ടും സെക്യുലറായിട്ടുള്ള ഒരു ആക്ടർ കൂടിയാണ്. നിങ്ങൾ മറ്റ് പലരെ പറ്റി പറഞ്ഞാലും മട്ടാഞ്ചേരി ഗ്യാങ് എന്നോ മണ്ണാങ്കട്ട ഇതൊക്കെ റബ്ബിഷ് കാൽക്കുലേഷൻ ചില ആൾക്കാർ കാണും എന്നും പറഞ്ഞ് മമ്മൂട്ടി എന്ന് പറഞ്ഞ കലാകാരനെ ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ അദ്ദേഹം അഭിനയിച്ച ഒരു സിനിമയുടെ സംവിധായക ഒരു സ്ത്രീ, അവർ മുസ്ലിമാണ്. അവരുടെ എക്സ് ഹസ്ബൻഡ് ഒരു യൂട്യൂബ് ചാനലിൽ ഇൻ്റർവ്യൂ കൊടുക്കുന്നു. എന്നിട്ട് വളരെ മോശമായിട്ട് മമ്മൂട്ടിയെ പറ്റി അദ്ദേഹം അതിനകത്ത് വർഗീയത ചേർക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ അത് വളരെ വലിയ രീതിയിലാണ് സർക്കുലേറ്റ് ചെയ്തത്. അതിനെ പൂർണ്ണമായിട്ടും വിയോജിക്കുന്നു. ഈ ചെയ്തയാൾ ഇന്നൊന്ന് പറയും, അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ മമ്മൂട്ടിക്ക് അനുകൂലമായിട്ട് പറയും, വീണ്ടും വേറൊന്ന് പറയും. അദ്ദേഹം പറയും ഇതാണ് ജേർണലിസം. അദ്ദേഹം നേരത്തെ ഒരു സംഭവം ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഒരാളെ പറ്റി പറയുന്നു, ഒരു ദിവസം അടുത്ത ദിവസം അതിൻ്റെ വീണ്ടും അതിന് വ്യൂവർഷിപ്പ് കൂടാൻ അയാളെപ്പറ്റി വീണ്ടും തെറി വിളിക്കുന്നു, അയാളെ അനുകൂലമായിട്ട് പറയുന്നു. ഫ്ലിപ്പ് ആൻഡ് ഫ്ലോപ്പ് രണ്ടും കയറി പറയുന്നു. ഇത് ജേർണലിസം ഒന്നുമല്ല. ഇപ്പം മമ്മൂട്ടിയെപ്പറ്റി ഈ പറയുന്ന അവരുടെ ഹസ്ബൻഡ്, അതായത് ആ സംവിധായകയുടെ ഹസ്ബൻഡ് അങ്ങനെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് പബ്ലിഷ് ചെയ്യാം. പക്ഷേ ഈ സംവിധായകയുടെയും കൂടെ പ്രോപ്പറായിട്ട് അഭിപ്രായം എടുക്കണം. എന്തിൻ്റെ പേരിലാണ് ഇതൊക്കെ പറയുന്ന അലിഗേഷൻസ് വന്നേക്കുന്നത്? കാരണം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന യൂട്യൂബൊക്കെ ഉണ്ടായിട്ട് ഇത്ര വർഷമേ ആയിട്ടുള്ളൂ ഈ പറയുന്ന ആൾ. അപ്പോൾ അതിനൊക്കെ എത്രയോ വർഷം മുമ്പ് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മമ്മൂട്ടി ആക്ടറാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മമ്മൂട്ടി സിനിമാ നടനായതൊന്നും അല്ല. അദ്ദേഹം വളരെയധികം പാടുപെട്ട് തന്നെയാണ് പല സിനിമകളിലും അഭിനയിച്ച് അദ്ദേഹം തഴക്കവും പഴക്കവും ഉള്ള ഒരാളാണ്. പിന്നെ അദ്ദേഹത്തിന് മുൻകോപമുണ്ട്, ഇതൊക്കെയുണ്ട്. അതൊക്കെ ഓരോ മനുഷ്യന് പ്രത്യേക രീതിയാണ്. ഇപ്പോൾ അമിതാഭ് ബച്ചൻ മുൻകോപമില്ല, പലർക്കും പല രീതിയുണ്ട്, അത് അവരുടെ പേഴ്സണൽ ഇഷ്യൂ ആണ്. പക്ഷേ അദ്ദേഹത്തെ ഒരു മതത്തിൻ്റെ രീതിയിലോട്ട് താറടിക്കാൻ ശ്രമിക്കുന്ന ഒരു സംസ്കാരം അത് കേരളത്തിൽ ഇപ്പോൾ വല്ലാതെ ഉണ്ടായിട്ടുണ്ട്. അത് ചില ഗ്രൂപ്പുകൾ, അതായത് പക്ക സുഡാപ്പി ഗ്രൂപ്പുകൾ ഇതിനെ പല രീതിയിൽ മാറ്റിയെടുക്കാൻ പല ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് മെജോറിറ്റി ഓഫ് മുസ്ലിംസ് ഇൻ കേരള ഓർ ഇന്ത്യ, സോ അവർ ബേസിക്കലി ഒരു ഇന്ത്യക്കാരനാണ്. ആ ഒരു വസ്തുത മറക്കരുത്. അപ്പോൾ ഒന്നായിട്ട് മമ്മൂട്ടിയെ ഈ ആസിഫിനെയൊക്കെ താറടിക്കാൻ ശ്രമിക്കുന്നത് ഇതൊരിക്കലും അൺഅക്സെപ്റ്റബിൾ അല്ല. അല്ലാതെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? അവരുടെ ജാതിയും മതവുമാണോ അവരുടെ അഭിനയത്തിൻ്റെ കാര്യം? രമേശ് നാരായണൻ എന്ന് പറഞ്ഞ വൃത്തികെട്ടവരെ മടൽ വെച്ച് അടിക്കണം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇത് തന്നെയാണ്. എന്തിൻ്റെ പേരിലാണ് അയാൾ റിജക്റ്റ് ചെയ്തത് ഒരു പബ്ലിക് സ്റ്റേജിൽ വെച്ച്? അപ്പം മലയാളികൾ പഠിക്കേണ്ട പല പാഠങ്ങളുണ്ട്. അതായത് നിങ്ങൾ ഈ വെളുത്തിരിക്കുന്നു എന്നും പറഞ്ഞു കൊണ്ട് കിടക്കുന്ന പലതും യഥാർത്ഥ സത്യം എന്താണെന്ന് നിങ്ങൾ അറിയണം. അതേപോലെ ഇപ്പോൾ ആസിഫുമായിട്ട് ഇഷ്യൂ ആണെങ്കിലും മറ്റുള്ള നടന്മാരുടെ ഇഷ്യൂ ആണെങ്കിലും, ഞാൻ വീണ്ടും പറഞ്ഞാൽ സിനിമാക്കാരൻ്റെ പോലെ സിനിമയായിട്ട് വലിയ ബന്ധവുമില്ല, ചില ആൾക്കാരെയൊക്കെ അറിയാം. പക്ഷേ ഇതുപോലെയുള്ള സംഭവങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആലോചിച്ച് നോക്കുക, നമ്മൾ പോകുന്ന വീണ്ടും ഇരുണ്ട ഭൂഖണ്ഡത്തിലോട്ടാണ്. കാരണം ഒരു ഡാർക്ക് സൈഡിലോട്ടാണ് നമ്മൾ പോകുന്നത്. സിനിമയാണെങ്കിലും കലാപരമായി ഗാനങ്ങളാണെങ്കിലും പാട്ടുകളാണെങ്കിലും മനുഷ്യന് മനുഷ്യത്വമായ രീതിയിൽ ഒരു നല്ല ലോകത്തെ സമ്മാനിക്കാൻ വേണ്ടിയുള്ളതാണ് കലയെന്ന് പറയുന്നത്. അതേ വിശ്വസിക്കുന്ന ഒരാളാണ്. കലാപരമായുള്ള സംഭവം ഒരു മോഡേണിറ്റിയാണ്. അപ്പം എഴുത്താണെങ്കിലും ആ ശൈലിയാണ് ഇതിന് ഏറ്റവും കൂടുതൽ ആവശ്യം.
അതിൻ്റെ ഡാർക്ക് സൈഡിലോട്ട് നിങ്ങൾ വലിച്ചഴയ്ക്കാൻ ശ്രമിക്കുമ്പോൾ, അപ്പം രമേശ് നാരായണനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, മമ്മൂട്ടിക്കെതിരെ പറഞ്ഞ ആളെ സപ്പോർട്ട് ചെയ്യുന്നത്, അതൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ യഥാർത്ഥ ഇഷ്യൂ എന്താണെന്ന് മനസ്സിലാക്കി അതിനൊരു സൊല്യൂഷനാണ് നമ്മളിവിടെ ആവശ്യം. അതല്ലാതെ ഇങ്ങനെ പറയുന്നവർ, അതായത് വ്യൂവർഷിപ്പ് കൂട്ടാനും കള്ളത്തരങ്ങൾ മാത്രം പടച്ചു വിടുകയും ചെയ്യുന്നവർക്ക് മലയാളികൾ താക്കീത് കൊടുക്കണം. അത് ഏറ്റവും ആവശ്യമാണ്.